ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 53 ഡേ 52. അപ്പോൾ ഇന്നും ബോട്ടിൽ ടാസ്കിൻ്റെ ജ്യൂസ് ടാസ്കിൻ്റെ വിഷയങ്ങൾ തന്നെയാണ് മെയിനായിട്ട് സംസാരിക്കാനുള്ളത്. ഇന്നലെ സഹിച്ച് കൺട്രോൾ വിട്ട് ഭയങ്കരമായി പൊട്ടിത്തെറിച്ച അനീഷിനെയാണ് നമ്മൾ കണ്ടത് എന്നുണ്ടെങ്കിൽ, ഇന്ന് വെറുപ്പിച്ച് പണ്ടാറടക്കി ഉള്ള കംപ്ലീറ്റ് സാധനവും കളഞ്ഞു കുളിച്ച ഒരു അനീഷിനെയാണ് കണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ വെറുപ്പിച്ചിട്ട് പോയിന്റ് കിട്ടാനും സാധനം കിട്ടാൻ വേണ്ടിയുള്ള ഒരു അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറെ ഇങ്ങനെ പറഞ്ഞു വെറുപ്പിച്ചെന്നാ പിടിച്ചോണ്ട് കൊടുക്കുമല്ലോ. അങ്ങനെ സംഗതി അറിയോ, ഈ ടാസ്ക് എൻറ്റയർ ടാസ്ക് എങ്ങനെയാ കളിക്കണ്ടേന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇവർക്കില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാവുന്നത്. ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ നോക്കിയാൽ ആ മിഠായി കേസ് വന്നില്ല, മിഠായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് കൂടുന്നുണ്ട്, തമ്മിൽ കൺവിൻസ് ചെയ്യുന്നുണ്ട്, ട്രേഡ് നടത്തുന്നുണ്ട്. ശരിക്കും ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കേണ്ട എന്താ അറിയോ, ആ ക്ലിപ്പ് കാണിച്ചു കൊടുക്കുന്നത് ഈ മിഠായിക്ക് വേണ്ടിയിട്ട് ജിത്തു ജോസഫ് വന്നപ്പോൾ കൊടുത്ത ജയിച്ച ടീമിന് കിട്ടിയ മിഠായിക്ക് വേണ്ടിയിട്ട് ഇവർ എത്ര ക്ലിയർ ആയിട്ടാ കൺവിൻസ് ചെയ്യുന്നത്, എത്ര ക്ലിയർ ആയിട്ടാ പ്ലാനിങ്. ഇങ്ങനെയാണ് ശരിക്കും എന്ത് ചെയ്യണ്ടേ, മറ്റേ ടാസ്കിലും ഇവർ ചെയ്യണ്ടേ, അതില്ല. മറ്റേ ടാസ്ക് ആണ് കിട്ടും. എന്നിട്ട് ബിഗ് ബോസ് ഡിബേറ്റ് കൊടുത്തു. ഡിബേറ്റിൽ പറയുന്നുണ്ട് ടാസ്ക് ലെറ്റർ വായിച്ചാൽ നേരെ കളിക്കണോ ലൂപ്പ് ഹോൾ നോക്കി കളിക്കണം. അങ്ങനെ ഓരോ സാധനങ്ങൾ ആരാണ് ഇട്ട് കൊടുക്കുന്നത്? ബിഗ് ബോസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗെയിം എങ്ങനെ കളിക്കണം, ഒരു ഗെയിം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, നിങ്ങൾ എന്താണ്, അതായത് ഒരു 3 ക്വസ്റ്റ്യൻ തന്നെ ഫ്രെയിം ചെയ്തിട്ട് ബിഗ് ബോസ് ഇട്ട് കൊടുത്തു. അതെന്താണെങ്കിലും എപ്പിസോഡിലില്ല, ലൈവ് കണ്ടവർക്ക് അറിയാം. അതിലും ഈറ്റങ്ങൾക്ക് ഒന്നും ഒരു വിഷയമേ. ചിലര് കുറച്ച് പോയിന്റ് പറഞ്ഞിട്ട് ബാക്കി ഒനീലിനെയാണ് മറ്റേ മോഡറേറ്റർ അടുക്കി നിർത്തിയത്. ഒനീൽ തന്നെ ഭ്രാന്ത് പിടിച്ചു ലാസ്റ്റ്. മനസ്സിലായി? ഗ്രൂപ്പിസത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴും, ടാസ്ക് ലെറ്ററിന്റെ കാര്യം ചോദിക്കുമ്പോഴും, ഗെയിം കളിക്കേണ്ട രീതിയെ കുറിച്ച് ചോദിക്കുമ്പോഴും, ഗെയിം കളിച്ച് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടേ, അതോ ഗെയിം പൊളിച്ച് പണ്ടാറടക്കണോ വേണ്ടോ, ഇതൊക്കെ ബിഗ് ബോസ് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആർക്ക് കൊടുക്കുന്നത്? ഇവർക്ക് ക്ലൂ ഇട്ട് കൊടുത്തിട്ട് പോലും നാളത്തെ ടാസ്ക് നിങ്ങൾ കണ്ടോ തച്ച് വിരിയും. അല്ലെങ്കിൽ ഇനി നാളെ ബിഗ് ബോസിന്റെ വക ഏഴിന്റെ ഒരു പണി ഉണ്ടാവും. എന്താ പറയാ, ഈ അനീഷിനെ പിടിച്ചിട്ട് മറ്റേതാക്കും, ക്വാളിറ്റി ഓഫീസർ ആക്കും. അതായിരിക്കും ബിഗ് ബോസ് ചെയ്യാൻ പോണ പരിപാടി. ഇന്നത്തെ എപ്പിസോഡിക്ക് വരുമ്പോ ബിഗ് ബോസ് എന്ത് ചെയ്തു, ആദ്യം തന്നെ മോഡറേറ്റർമാരിൽ ഒരാഴ്ച, മോഡറേറ്റർ മറ്റേ ജ്യൂസ് മുതലാളിമാരെ മാത്രല്ല, ജ്യൂസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസർമാരിൽ, ക്വാളിറ്റി ഓഫീസർമാരിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്ത് പുറത്താക്കണം എന്ന് പറഞ്ഞു. അത് ഇവര് കൺഫ്യൂസ്ഡ് ആയതാണോന്ന് അറിയില്ല. അല്ലെങ്കിൽ അനുമോക്കുള്ള ഒരു മെജോറിറ്റി ഉണ്ടാവല്ലോ, ജിഷിന് ഇല്ലെങ്കിൽ ഒരു വോട്ടിനാട്ടോ പോയ എന്നാലും ജിഷൻ. പക്ഷെ ആരിന് ഓൾറെഡി അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് വോട്ട് വരുമ്പോൾ എന്താണെങ്കിലും അനുമോൾ നീ ഉണ്ടാവും അവിടെ, ജിഷിൻ തെറിക്കും എന്നുള്ളത് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ ജിഷിൻ തെറിച്ചത് മാത്രമല്ല, ജിഷിൻ തെറിച്ച കൂട്ടത്തിൽ ബിഗ് ബോസ് എന്ത് ചെയ്തു, ഇനി ഇവനെ കൊണ്ട് ഗെയിം കളിപ്പിച്ചാൽ റെഡി ആവില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടും ആ ഗെയിമിലെ വെള്ളം ഫുള്ള് അവൻ കുടിച്ചു തീർക്കുന്നുള്ളതുകൊണ്ട് നെവിനെ പിടിച്ചിട്ട് ജയിലിലിട്ട്. അല്ലെങ്കിൽ നെവിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ആ ഗെയിമിനകത്ത്. കാരണം നെവിൻ ഇന്നലെ മറ്റേ ഫണലൊക്കെ വായിൽ വെച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ സാധനം ഒഴിക്കുന്നൊക്കെ. നെവിന് മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട്. ആദില ചെയ്യുന്നുണ്ട്. ആദില ഇന്ന് കാണിച്ച പരിപാടി എന്താ, ജയിലിൽ കിടക്കുന്നവർക്ക് കൊണ്ട് വെള്ളം കൊടുത്തിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താ ആദില നിങ്ങൾക്ക് മാത്രം എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ ഒന്നിനും ബിഗ് ബോസ് വളരെ കൂളായിട്ട് ബിഗ് ബോസിനോട് ഒന്നിനും ബിഗ് ബോസ് ഞാൻ ഇഷ്ടത്തിൽ നിങ്ങൾ വേണമെങ്കിൽ പഠിക്കോളി. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എന്താണെങ്കിൽ അതിക്കൊക്കെ വരാം. നെവിനെ പിടിച്ച് മാറ്റി, ഇവനെ പിടിച്ച് ഒപ്പം പിടിച്ച് രണ്ടുപേരെയും പിടിച്ചിട്ട് എന്ത് ചെയ്തു, പിടിച്ച് ഉള്ളിലിട്ടു. അത് കഴിഞ്ഞ് വീട്ടുകാരോട് എല്ലാരോടും കൂടി തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ സബ്മാൻ പ്ലാച്ചി 3.0 പിടിച്ചിട്ട് സമാധാനത്തിന്റെ പാതയായിട്ട് പിന്നെ സാബുമാൻ എല്ലാരും പിടിച്ചെടുത്തിയത്. അല്ല, സാബുമാൻ ഇന്ന് ഷാനവാസിനോട് കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ലൈവ് കണ്ടവർക്ക് അറിയാം 1-2 സാധനങ്ങൾ, ഡയലോഗ് ഒന്നും പറയാൻ പറ്റില്ല, ഇപ്പടാന്നൊക്കെയുള്ള 2-3 സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും പുറത്ത് വന്നിട്ടൊന്നും ലൈവ് കണ്ടവർക്ക് അറിയാല്ല, പുറത്ത് വരുന്നില്ല. ഇനി ലൈവിൽ ആരെങ്കിലും എഡിറ്റ് ചെയ്ത്, കാരണം സാബുമാനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എഡിറ്റ്സ് വരുന്നത്. നോക്കാൻ വേണ്ടി ഇടുന്നാണോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അറിയില്ല. പോവാൻ നേരത്തേക്ക് ഇവരുടെ വീഡിയോ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും സാബുമാനെ പിടിച്ച് ഒപ്പരുത്തി അനുമോളെ. അത് ആ സാബുമാൻ ആവുമ്പോ, സാബുമാൻ എന്നല്ല അനുമോൾക്ക് ഈ ഒരു ഗെയിം വന്നപ്പോ തന്നെ അനുമോൾ മൈൻഡിലൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, കോയൻ ഞാൻ ഈ വീട്ടിക്ക് ബിഗ് ബോസിന്റെ കൊണ്ടുവരിക്കില്ല.
കോയിൻ കിട്ടി ആരും സേഫ് ആവണ്ട. ഞാനാണ് വലിയ ആള്, ഞാൻ പറയുന്നത് തീരുമാനിക്കല്. അനുകൂല പറഞ്ഞിട്ടില്ലേ, നിങ്ങളല്ലേ എന്നെ കണ്ടവര് പിടിച്ചെത്തിയത്, അപ്പൊ ഞാനാണ് അവിടെ മെയിൻ ക്വാളിറ്റി ഓഫീസർ. ഞാൻ പറഞ്ഞ കേട്ടാ മതി. അങ്ങനെ ഇന്ന് ടാസ്ക് തുടങ്ങിയപ്പോ തന്നെ ആസ് യൂഷ്വൽ അനീഷ് തുടക്കം തന്നെ അനീഷിന്റെ മറ്റേ ആരൊക്കെ ബോട്ടിൽ കൊണ്ടുവരുന്നു അവരോട് ട്രേഡ് പറയുന്നു, പരിപാടികൾ ചെയ്യുന്നു. ഷാനവാസ് ഒരു സൈഡിൽ ഷാനവാസ് ഉണ്ട് കേട്ടോ അന്ന്. മറ്റേ മാറ്റിയിട്ട് ഷാനവാസാണ് കയറിയത്. മാംഗോ ആയിട്ട് അൽഫോൺസോ മാംഗോ ആയിട്ട് ആര്യൻ വാസ് ഡീസന്റ്. ആര്യനും അനീഷും ഇന്ന് ഷാനവാസ് പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല ബോട്ടിൽ ആരുതാ എന്തോ ലൈവ് കണ്ടായിരിക്കും അറിയാം. ആര്യനും അനീഷും തന്നെയായിരുന്നു ഇന്ന് ബോട്ടിലെ ചെക്കിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് ഈ വലിയ കുപ്പി ഉണ്ടായിരുന്നു, ഇന്ന് ചെറിയ കുപ്പിയും വലിയ കുപ്പിയായിരുന്നു, അതായിരുന്നു ഇന്നത്തെ പരിപാടി. പക്ഷെ ഇതൊന്നും റെലവെന്റ് അല്ല, കാരണം ഈ കുപ്പികൾ കൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇവരിങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ട്വിസ്റ്റോ ഇവർക്ക് ഇമ്പ്രൂവ് ആയുള്ള എന്ത് സാധനം ഇട്ട് കൊടുത്താലും അത് മനസ്സിലാക്കാനുള്ള ഐഡിയ അവർക്കില്ല. എന്താണെങ്കിലും കുപ്പിയൊക്കെ നിറച്ച് അതിനിടയിൽ അടിപിടിയും വലിയൊക്കെ ആയി, കുറച്ച് പരിക്കുകളൊക്കെ ആയി, വീണ്ടും കുപ്പി കിട്ടി. കുപ്പിയും കൊണ്ട് അവിടെ ചെന്ന് വെള്ളം നിറച്ചപ്പോൾ അതിലും വലിയ ട്വിസ്റ്റ്, അനീഷിന്റെ കുപ്പിയില് മുടി. അല്ലെങ്കിലേ അനുമോളിത് മറ്റേ ISRO സയന്റിസ്റ്റിനെ പോലെയാണ് അവിടെ ഇരിക്കുന്നത്. നാസയ്ക്ക് സെലക്ഷൻ കിട്ടണം അടുത്തതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇരുന്ന് നോക്കണതിന്റെ ഒരു മുടി കണ്ടാ പിന്നെ അനുമോള് വെറുതെ വിടും. പിന്നെ കാര്യം ഉണ്ടെന്ന് വെച്ചാൽ അനീഷ് സമ്മതിക്കും ചെയ്യുന്നുണ്ട്. അനീഷ് ഇന്ന് കാണിച്ച മണ്ടൻ ഗെയിം അവിടെയാണ്. കാരണം അനീഷ് എക്സ്പോസ്ഡ് ആയി, കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആവാണ് അനീഷ് ഇന്നുണ്ടായത്. കാരണം അനീഷ് ഇറിറ്റേറ്റഡ് ആവുമ്പോൾ അനീഷ് എങ്ങനെയാന്നുള്ളത് ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി. ഇത്രയും ദിവസം അനീഷിന് ഇറിറ്റേഷൻ വന്നിട്ടില്ല, ഇത് അനീഷ് ഇറിറ്റേറ്റഡ് ആയി. ഇന്നലെ എല്ലാരും വിചാരിച്ചു ഓക്കെ അനീഷിനെ അവർ ഇത്രയും ചെയ്തത് കൊണ്ട് അനീഷ് പൊട്ടിത്തെറിച്ചാന്ന് വിചാരിച്ചു. ഇന്ന് പക്ഷെ അനീഷിന് അത്രത്തോളം പൊട്ടിത്തെറിക്കാൻ മാത്രം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ മാത്രം നടന്നില്ല. ഇന്നലത്തെ സാധനം ഉണ്ട്, അതാണ് ഓർമ്മ. അനീഷ് മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു, എന്ത് എനിക്ക് എന്താണെങ്കിലും ഒരു കരുതി കൂട്ടി വീട്ടിൽ ആരും ഒന്നും തരാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഞാനും കൂടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, ടാസ്ക് ആണ് കോളാക്കാം, ആർക്കും കൊടുക്കണ്ട. എനിക്ക് കിട്ടിയ ഞാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ഇല്ല. ഇന്ന് ലക്ഷ്മി അനീഷിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നത് സെയിം, എനിക്കുണ്ടോ ഞാൻ ഓക്കെയാണ്, എനിക്കില്ലേ എനിക്കില്ലാത്ത വേറെ ആർക്കും വേണ്ട. ഈ മൈൻഡിലാണ്, ഈ ഒറ്റ ബുദ്ധി പോലെയാണ് അനീഷ് നാറി കളിന്ന് കളിച്ചത്. ഉള്ള കുപ്പി ഫുള്ള് തട്ടിയിട്ട് മാത്രമല്ല നിലത്തിട്ടിട്ട് അത് ചവിട്ടി. ഇത്രയും ആദർശം പറയുന്ന, ഇത്രയൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആ കുപ്പി നിലത്തിട്ട് ചവിട്ടിയൊന്നും പറയാൻ. പിന്നെ അത് വേറെ കാര്യമുണ്ട്, അനീഷിനെ ഇന്ന് ആ പ്രൊവോക്കേഷന്റെ പീക്കിൽ എത്തിച്ചതിൽ ആദിൽ അനോറയ്ക്ക് ഒരു പങ്കുണ്ട്. അവിടെ ചെന്ന് നോറി ആദിലും ചൊറിഞ്ഞ് ഇയാളെ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ചൊറി മൂത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് വന്നിട്ട് ഈ അനുമോളെ എന്ത് ഇതില്ലട്ടാ ഈ പരിപാടിയില്ല, ഇതിനകത്ത് മുടി ഉണ്ട് എന്നുള്ള സാധനം വന്നത്. പിന്നെ അനീഷിന് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. അനീഷ് ടാസ്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നത് എന്റെ കമ്പനി പൂട്ടാൻ സമ്മതിക്കില്ല, എന്റെ തൊഴിലാളികള് പറയുന്ന അനീഷ് പെട്ടുപോയത് എവിടെയാ, മുടി ഉണ്ട് എന്നുള്ളത് സ്വയം അനീഷ് ആക്സെപ്റ്റ് ചെയ്തു. എന്ത് ലോജിക്കാ? മുടി ആ എൻഡയർ കലക്കിയ വെള്ളത്തിലല്ലേ. അപ്പൊ മാന്യം മര്യാദയ്ക്ക് ആ കുപ്പി ഫുള്ള് മാറ്റിയിട്ട് എനിക്ക് അനീഷ് ഇന്ന് മാസം ആവുമായിരുന്നു. അനീഷിന് നാട്ടിൽ കൈയടിച്ചിരുന്നു. ഇന്നലെ ചെയ്ത പോലെ അനീഷ്, അതായത് പറ്റ ഭൂമിയോളം താന്നിരുന്നെങ്കിൽ അനീഷ് ഇന്ന് സൂപ്പർ ഹീറോ അല്ലെ. അനീഷിനുള്ള വകുപ്പുണ്ട്. മുടി കണ്ടു എന്ന് പറയുമ്പോ തന്നെ അനീഷ് വളരെ മാന്യമായിട്ട് ശരി മാഡം, അടുത്ത റൗണ്ടിൽ ഞങ്ങൾ മുടി ഇല്ലാതെ കൊണ്ടുവരാം, കാരണം മുടി ഉണ്ട് എന്നുള്ളത് ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അനീഷ് ആക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇത് ഞൊണ്ടി ന്യായം പറഞ്ഞ് കളിക്കാൻ പറ്റും. ആ ന്യായം പറഞ്ഞു നിന്നോടുകൂടി അനീഷ് വെറുപ്പിച്ച് കൈത്തന്ന്. അനീഷ് ഒരു സൈഡിൽ വെറുപ്പിക്കുമ്പോ ആര്യ ഒരു സൈഡിൽ എന്റെ പൊന്നെ ഛർദിക്കുന്നു, മുടി പറഞ്ഞ് നടക്കുന്നു, എന്തൊക്കെയോ ചെങ്ങായി തൂക്കി. ഈ ടാസ്കോട് കൂടിയിട്ട് മേ ബി വോട്ടിങ്ങിൽ ലാസ്റ്റ് കിടക്കുകയായിരിക്കും ചിലപ്പോ. ഈ ഒരു ഒറ്റ ടാസ്കോട് കൂടിയിട്ട് ആരും കേറി ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോ പറയാൻ പറഞ്ഞതാ. ഒന്നിയിൽ ഇങ്ങനെ കിടന്നിട്ടേ മറ്റേ കൊച്ചി ഭാഷയിൽ കിടന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നത്. ഒറ്റ അടിപൊളി സാധനം ഒന്നിയില്. ഞാനെന്നല്ല നീ കളിച്ച, എനിക്കൊന്നും വയ്യാറുണ്ട് ഒറ്റ പോക്ക് ഒന്നിയിൽ അവിടെ. മൊത്തത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ഈ വെള്ളം ഫുള്ള് അനീഷ് തട്ടിക്കളഞ്ഞു. അനുമോളും സാബുമാൻ്റെയും കയ്യിൽ നിന്ന് വൻ മിസ്റ്റേക്കാ പറ്റിയ. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് സെലക്ട് ചെയ്ത കുപ്പി തിരിച്ച് ഓണറായി കൊടുത്ത് ഓണറായി ഇവിടെ കൊണ്ടുവയ്ക്കണം, സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി ബിഗ് ബോസിന് കൊടുക്കണം, എന്നാലേ ഈ കോയിൻ കിട്ടും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ കുപ്പി സേഫായിട്ട് വീടിനധികം കൊണ്ടുവരുന്നുള്ള ആരുടെ ടാസ്കാ?
അനുമോളുടെയും സാബുമാന്റെ ടാസ്ക് ആണ്. അതിൽ അവർ ഫെയിലായി. അതിനുവേണ്ടി ഷാനവാസ് അവരെ ഹെൽപ്പും ചെയ്തു. ഷാനവാസ് ആക്ച്വലി കുപ്പി എടുത്തിട്ട് അവിടുന്ന് ജിസേലിന് കൊടുത്തു. ജിസേൽ ഈ കുപ്പി കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നുന്നത് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ ആര്യന്റെ കൈ കൊടുക്കണ്ടേ. ആരും ഞാൻ നോക്കുമ്പോണ്ടായി. ഇന്നിപ്പോ അത് ഇതില് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഏതില് എപ്പിസോഡിൽ ആ സാധനം കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. 2 കുപ്പി എങ്ങാണ്ട് പുറത്ത് ജയിലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സീനുണ്ട് എപ്പിസോഡിനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയെന്ന് എപ്പിസോഡിലൊക്കെ കാണാം. ഇവൻ ഈ 2 കുപ്പിയാണോ ഇനി സെലക്ട് ചെയ്ത് വെച്ച് ഗിസേലിന്റെ കുപ്പി ഉണ്ട്, ആരും അടുത്ത് കൊണ്ടുപോയി കൊടുത്ത ആ 2 കുപ്പിയിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ആ 2 കുപ്പിയോ ആണ് ശരിക്കും അനുമോളും സാബുമാനും സെലക്ട് ചെയ്ത കുപ്പി. ബാക്കി മിക്സ് ആയി പോയി. അനീഷ് ശരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യുക ചെയ്ത്. കാരണം ഈ ഇപ്പം അനീഷല്ല ഇവൻ ഷാനവാസ്, അനീഷ് തട്ടിയിടുമ്പോ ഇത് രക്ഷപ്പെട്ടു പോകണല്ലോ ഈ സാധനം വെച്ചിട്ടാണ് ഷാനവാസ് എടുത്ത് കൊടുത്തത്. കാരണം ഈ 2 എണ്ണെങ്കിലും അങ്ങനെയെങ്കിലും ഒരു കോയം വീട്ടിലേക്ക് വരട്ടെ എന്നുള്ളതുകൊണ്ടാണ് സംഗതി ഷാനവാസ് ചെയ്തത്. പക്ഷെ അതുപോലും കയ്യിൽ വെച്ച് കീപ്പ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റിയില്ല. ആര്യനെ കൊണ്ടും ഗിസേലിനെ കൊണ്ടും നടന്നില്ല. ഈവൺ ആ കുപ്പി കയ്യിൽ വെക്കേണ്ട ആൾക്കാരായ സാബുമാനും അനുമോളും അവിടെ കിടന്ന് ബബ്ബ് പഠിച്ചു. ലാസ്റ്റ് ടിവിന്റെ മുന്നിൽ ലിവിങ് റൂമിൽ വന്നിട്ട് ബിഗ് ബോസിന് ഇതെന്താ പറയുക, ഇത് 7ന്റെ പണി എന്നിട്ടിട്ട് ബിഗ് ബോസ് സ്വയം പണിയായിരുന്നു വാങ്ങിയതാണ്. ഇപ്പൊ സത്യം പറഞ്ഞ പണിയായിരിക്കും. ഈ ഷോന്റെ എഡിറ്റേഴ്സ്, ഈ ഷോന്റെ ഡയറക്ടർ, ഈ ഷോന്റെ ക്രിയേറ്റീവ് ഹെഡ്, ഈ ഷോന്റെ ടെക്നിക്കൽ ടീം. ഒന്ന് ഈ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ജാതകം കൊണ്ടുപോയി ഒന്ന് നോക്കിച്ചേക്കും. ഇനി എത്ര ദിവസം ഉണ്ട് ഈ കണ്ടകശനി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്താ പറയാ, ഇവന്മാരിത് അലമ്പിന്റെ ഒരാള് ഒരു ടാസ്കും ജയിക്കില്ല, ഒരാളെയും ജയിപ്പിക്കാനും സമ്മതിക്കില്ല, ഫുൾ അലമ്പ്. അല്ല അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ പലരും പറഞ്ഞു എന്നോട് ഇന്നലെ, അനുമോൾ അങ്ങനെ തന്നെയല്ലേ ഗെയിം കളിക്കണ്ടേ, അനുമോൾ എന്തിനാ എല്ലാവർക്കും ഇത് കൊടുക്കേണ്ട ആവശ്യം. അനുമോൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ കളിച്ചതാണെങ്കിൽ അനുമോൾ ഒരിക്കലും ഇന്ന് എന്ത് ചെയ്യില്ല, 2 ആര്യന്റെ കുപ്പികള് അപ്രൂവ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ അനുമോൾ അത് അറിഞ്ഞുകൊണ്ട് മറ്റേ ഈ വീട്ടിക്ക് കോയം വരണ്ടെന്ന് വിചാരിച്ച് കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് തോന്നുന്നില്ല, ഇന്നലെ എനിക്ക് തോന്നി. അല്ലല്ല, എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും എനിക്ക് അനുമോൾ കളിച്ചത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നി. അനുമോളുടെ ക്യാരക്ടറിന്റെ അകത്ത് നിന്നുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആ സംഗതി എങ്ങനെ ചെയ്യാം, അതായത് ഞാനും അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം അനുമോൾ ഇന്നലെ ഇന്നും കളിച്ചത് നല്ല കറക്റ്റ് പോയിന്റ്, ഫെയർ ആയിട്ട്. അനുമോള് ആ ടാസ്കിലെ ആ ക്യാരക്ടർ എന്താണോ അതിനോട് 100% നീതി പുലർത്തി കളിക്കാൻ നോക്കി. സാമോളും കുറച്ചൊരു കൺസിഡറേഷൻ ആലോചിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അനുമോൾ നോക്കിയില്ല. പക്ഷെ അനുമോൾ അത് ഇന്നലെ ഞാൻ വിചാരിച്ച അനുമോളെ ഗെയിമാണ്, വീട്ടിന്റെ അകത്തേക്ക് കോയം വരാതിരിക്കാൻ അനുമോൾ എനിക്ക് കിട്ടില്ലെങ്കിൽ ആർക്കും വേണ്ടെന്നുള്ള മൈൻഡിൽ ചെയ്തതാണ് ഞാനും ഇന്നലെ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ആ 2 കുപ്പി ഓക്കെ പറഞ്ഞപ്പോ ലാസ്റ്റും 1 കുപ്പിക്ക് ആര് റെഡി ആയിരുന്നു, അനുമോൾ റെഡി ആയിരുന്നു. പക്ഷെ അവിടെ ബിഗ് ബോസാ കളിച്ചേ. ബിഗ് ബോസ് ടാസ്ക് കണ്ട് റദ്ദാക്കി. ബിഗ് ബോസിന് അങ്ങനത്തെ ചില പരിപാടി ഉണ്ട്. ചില സമയത്ത് ബിഗ് ബോസ് ഉദ്ദേശിച്ചവരിലേക്ക് കോയം പോയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അപ്പം എന്ത് ചെയ്യും, പിന്നെ തിരിഞ്ഞോ പറഞ്ഞോ നോക്കില്ല, അപ്പം റദ്ദാക്കി സംഗതി സ്പോട്ടിൽ റദ്ദാക്കും. അപ്പൊ എന്താണെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു അനുമോൾ ആ ക്യാരക്ടർ, ഇപ്പൊ ക്യാരക്ടർ പിടിച്ചതിൽ കളിച്ചത്, ക്യാരക്ടർ പിടിച്ച് കളിച്ച ആൾക്കാര് അനുമോള്, ആര്യൻ, അനീഷ്, ഈ 3 പേരാണ് ക്യാരക്ടർ പിടിച്ച് കളിച്ചിട്ടുള്ളത്. പിന്നെ ഷാനവാസിന് വേണമെങ്കിൽ ക്യാരക്ടറുള്ള വേറൊരാളുണ്ടായിരുന്നു ഇതിനകത്ത്, ലക്ഷ്മി. ആ ക്യാരക്ടറിൽ കൃത്യമായി എടുക്കുന്ന 1-2 കുപ്പി എടുത്തുള്ളൂ. ഡീല് പറയുന്ന ഡീല് പറഞ്ഞ് അനീഷിന്റെ അടുത്ത്, അതും അനീഷിന്റെ അടുത്ത് പോയി കറക്റ്റ് ഡീല് പറഞ്ഞ് കാര്യം. ലക്ഷ്മിന്റെ പോർഷനും നന്നായിട്ട് ലക്ഷ്മി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വെറും അലമ്പും വെറും വെറുപ്പിക്കലായിരുന്നു. ഇത്രയും ദിവസം നമ്മള് പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞിട്ട് ഇനി മറ്റേ ഇത് പറയേണ്ട അവസ്ഥയ്ക്ക് പോവാണ്, വവ്വാലൂട്ടികള്. ആ രീതിക്കുള്ള വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയിലും നമുക്ക് ഒക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെറുപ്പിക്കലാണ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് അതുകൊണ്ടായി നൂറേന്റെ മേത്തേക്ക് വെള്ളം തെറിപ്പിച്ചപ്പോഴത്തേക്ക് അതിലൊക്കെ ഇളകി തട്ടി താഴെട്ട് മൊത്തത്തിൽ. അതിൽ നൂറ് ഇവിടെ എനിക്കറിയില്ലോ അത് നൂറയ്ക്ക് അല്ല. എന്നിട്ടാണ് നൂറ ഇന്ന് പറയുന്നത് ആര്യനും ജിസേലിനും പറയുന്നത് നീ ജിസേലിന്റെ അത് അത് വേറെ കാര്യം. ഇവര് വന്നപ്പോ മുതലേ അങ്ങനത്തെ കളിയാണ്. പക്ഷെ വന്നപ്പോ മുതലേ അവര് ഒറ്റപ്പെട്ടു പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ആയതാ. മനസ്സിലായോ? അതിലാന്ന് പറയുന്നത് ആദ്യം മുതലേ ഗ്രൂപ്പ് എല്ലാരും പറയുന്നുണ്ട്. എന്നാലും അവരത് പറയുന്നുണ്ട്, ആദ്യം മുതലേ പറയുന്നുണ്ട്. പിന്നെ അവര് തിരിച്ചു കൊടുത്തത് അതത്രേ ഉള്ളൂ. ഗിസേലിന്റെ ആര്യന്റെയും കേസിലൊന്നും ആദിലും നൂറിയും പറയുന്നതിനോടൊന്നും എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. കാരണം എന്താ പറയാ, അവര് അങ്ങനെ കളിക്കുകയാണ് ഇപ്പൊ. ആര്യൻ ഉഡാബിനെ ബെറ്റർ പ്ലെയർ
ഗിസേൽ ഉഡാബിനെ ബെറ്റർ പ്ലെയർ ആരെയും ഡിപ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്കീമുള്ള തന്നെയാണ് പരിപാടി. അതില്ലാത്ത സ്കീമൊന്നുമില്ല. അത് അവർ പറയുന്നുണ്ടെങ്കിൽ അത് ഫാക്റ്റാണ്. അപ്പം അങ്ങനെ ഒരു സൈഡിൽ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ടാസ്കും പോയി എല്ലാം ഇരുന്നിട്ട് ലാസ്റ്റ് ലക്ഷ്മി പോയിട്ട് ഉപദേശിക്കുന്നത് ആരെയാ ഉപദേശിക്കുന്നത്? കേക്കണ കൂടിയില്ല. അനീഷിന്റെ മൈൻഡിൽ മറ്റേതായത് നാളെ ആവട്ടെ ശരിയാക്കി തരാം, നാളെയും ഞാൻ ടാസ്ക് അതാണ് അനീഷിന്റെ മൈൻഡ്. അനീഷ് അങ്ങനത്തെ ഒരു ഒറ്റ ബുദ്ധിയാണ്. അനീഷ് അങ്ങനെ പോകുന്നുണ്ട്. അനീഷിനെ ഉപദേശിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. അനീഷിന്റെ അടുത്ത് നടക്കില്ല. അനീഷിന്റെ അടുത്ത് പരിപാടി നടക്കില്ല. അതിനിടയിൽ ഇതൊക്കെ നടക്കുമ്പോഴും അവിടെ വെള്ളം കുടിച്ച് ഈ ജയിലിൽ കിടന്ന് ഉറങ്ങാൻ പാടും. സുഖമായിട്ട് അവിടുന്ന് ആ വെള്ളവും കുടിച്ച് അവിടെ കിടന്ന് ജിഷിനും ഇറങ്ങി നെവിനും കിടന്നുറങ്ങുന്നുണ്ട്. ഞങ്ങളൊക്കെ ലൈറ്റ് ഓഫ് ആക്കുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും കിടന്നുറങ്ങിയ പട്ടിയും കുറച്ച് പൂച്ചയും കുറച്ച് ഒച്ചയും മുളി ഉണ്ടാക്കിയിരുന്ന വീടായിരുന്നത്. ബിഗ് ബോസ് മറന്നു പോയുന്നുണ്ട് ഇതൊക്കെ. കാരണം ഇത് എത്ര ഇനി ശരിക്കും എന്ത് ചെയ്യുന്ന ഫുൾ ടൈം പട്ടീനെ കുറയ്ക്കുന്ന സാധനം രണ്ട അവസ്ഥയ്ക്കാ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവിടെ ഒന്നും. അത് കഴിഞ്ഞപ്പോഴാണ് മിഠായിന്റെ കഥ തുടങ്ങിയത്. ഇവരെല്ലാരും കൂടി നെവിനെ പിരികേറ്റുന്നുണ്ടായിരുന്നു പ്ലാനിങ്. ഈ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആണ് ശരിക്കും ആ ഗെയിമിന് ആവശ്യമുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കാനാണ് ആ ഡിബേറ്റ് കൊടുത്തിട്ടത്. അപ്പൊ അതും ടാസ്ക് ആണല്ലോ. അല്ല, ഡിബേറ്റ് ടാസ്ക് ആണല്ലോ. അപ്പൊ അതും പൊളിക്കണം. ടാസ്ക് അറിയോ ബിഗ് ബോസ് ബിഗ് ബോസ് കുറച്ചേരും എല്ലാവരും ലിവിംഗ് റൂമിൽ വരിക. അപ്പൊ എല്ലാവരും ടാസ്ക് വരുന്നുണ്ട് പൊളിക്കുക. നേരെ ചെല്ലുന്നു, അവിടെ ഇരിക്കുന്നു, ടാസ്ക് ലെറ്റർ ഒരാൾ വായിക്കുന്നു. ടാസ്ക് ലെറ്ററിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഗെയിം പൊളിച്ചു, ഗെയിമേ അടിച്ചു പൊളിച്ചു എന്ന് പറയും. ഈ ഗെയിം പൊളിച്ചു എന്നുള്ളത് ഞാൻ പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്നറിയോ, മറ്റേ മണി ബാഗ് ഇല്ലേ, അത് ഈ പൊളിച്ചില്ലേ? അത് ഞാൻ പൊളിച്ചതല്ലടാ പൊട്ടന്മാരെ, ഞാൻ എടുത്തിട്ട് പോകുന്നതാണ്. ആ ഗെയിം അതിനാ വെച്ചിരിക്കുന്നത്, മനസ്സിലായി? ആ സാധനം വെച്ചത് എടുക്കാനാണ്. ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കാശും കിട്ടില്ല, ഞാനിവിടെ തെറ്റിയിരിക്കും. വേറൊരാൾ എടുക്കാൻ റെഡി ആയിരുന്നോളാ വീട്ടിൽ. അയാൾ ഇപ്പോഴും അത് പുറത്ത് പറയാൻ റെഡി അല്ല. അതുകൊണ്ട് അയാളത് എടുക്കുന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഞാൻ സംഗതി നമുക്കറിയായിരുന്നു. അതിലൊരു 1 ലക്ഷം 2 ലക്ഷം കൂടുതൽ വന്നാൽ തന്നെ അവിടുന്ന് ചാമ്പി പോകാൻ ആൾ റെഡിയാണ്. അപ്പം അതിന് ഞാൻ എന്തിനാ ഓന് റിസ്ക് എടുത്ത് വിട്ടു കൊടുക്കേണ്ട ആവശ്യം? ഞാൻ എടുത്തു. അപ്പം അത് ടാസ്ക് അതാണ് ഇവര് പറയുന്നത്. 3-4 ദിവസം വെച്ച് ആ ടാസ്ക് നടത്തി. ഇത് ടാസ്ക് പൊളിച്ചതല്ല, ആ ടാസ്ക് വെച്ചതെടുക്കാൻ അത് എടുത്തിട്ട് പോകും. അതുകൊണ്ട് ഞാൻ സാധനം ഞാൻ എടുക്കില്ല, ഞാൻ നിരോധിച്ചിരിക്കുന്നു ഐറ്റം. പക്ഷെ ഇത് ടാസ്ക് പൊളിക്കലാണ് മക്കളെ. ടാസ്ക് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞു ഇങ്ങനെയല്ലേ കളിക്കണ്ടേ, ടാസ്കിൽ ഇങ്ങനെ ബിഹേവ്. എൻഡ് റിസൾട്ട് വേണ്ട ഒരു ടാസ്കിന് കോയിൻ കിട്ടില്ലേ വേണ്ടത്. കോയിൻ കിട്ടണേക്കാ ഉപരി ലാലേട്ടം വരുന്ന സമയത്ത് മക്കളെ ടാസ്ക് ശനി ഞായറിലും ഇവരെങ്ങനെ ഡിസൈൻ ചെയ്യാ, ആ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിപ്പോ എന്താ ചോദിക്കുക ലാലേട്ടൻ, ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ടാസ്ക് പൊളിഞ്ഞു ലാലേട്ടാ, പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വെറുതെ അല്ല സാറ്റർഡേ സൺഡേ എപ്പിസോഡൊക്കെ 1/2 മണിക്കൂർ മുന്നേ നിർത്തി പോണത് മൂപ്പര്. ഇമാതിരി പരിപാടിയല്ലേ കാണിക്കുന്നത്. എന്താണെങ്കിലും മുട്ടായിക്ക് വേണ്ടി നല്ല രീതിയിലുള്ള പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും അല്ലേ, മുട്ടായി കിട്ടാൻ വേണ്ടിട്ട് ടാസ്കിൽ പോലും ഇല്ലാത്ത ആത്മാർത്ഥത വലിച്ചു വാരിയിട്ടിട്ടാണ് മുട്ടായിയുടെ പിന്നാലെ നിന്ന് ഇവർ ഓടിയത്. പല പല ഡീലുകൾ ഇന്റർനാഷണൽ ഡീലാണ്. അനുമോള് പോയിട്ട് അനീഷിനോട് ഡീൽ വെക്കുന്നു, അപ്പുറത്ത് ഷാനവാസ് പോയിട്ട് ആദില നോറയോടൊരു ഡീൽ വെക്കുന്നു, അവിടുന്ന് ഷാനവാസ് അനീഷിനോട് വീണ്ടും ഒരു ഡീൽ വെക്കുന്നു. എന്റെ മോനെ, ബിഗ് ബോസ് സത്യം പറഞ്ഞ ടാസ്ക് ഇവർക്ക് കൊടുക്കണ്ട, ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഐറ്റം കൊടുത്തു ഇത് ചെയ്യാൻ ഒരു സെറ്റാ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മറ്റേ സ്കീം ചെയ്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആദില തുടങ്ങി വെച്ച പരിപാടി, മേത്ത് കൊണ്ടുപോയി ലോഷൻ ഒഴിക്കുന്ന പണി, അതൊക്കെ ഫണ്ണാണ്. അതൊക്കെ ഫൺ സാധനങ്ങളാണ്. അതൊക്കെ എല്ലാ സീസണിലും, ഈ സീസണിൽ കുറച്ചുകൂടി കാണിക്കുന്നുണ്ട്, വേറെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ മറ്റേ ഓടി പോകേണ്ട സാധനം, അല്ലെങ്കിൽ അതൊന്ന് ഓർഗാനിക്കലി ബോട്ടിൽ ടാസ്ക് എന്നൊക്കെ അടി വരേണ്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എന്തുകൊണ്ടാണ് ഓർഗാനിക് ആയിട്ട് ഇവിടെ കണ്ടന്റ് ഇല്ലാത്തതെന്ന് അറിയോ? ഈ അപരാധത്തിന് മുകളിൽ പോകാനുള്ള കാരണം എന്താ പറയുക, ആ ജിഷിനെങ്ങാണ്ട് ആ വെള്ളസാധനം മേത്ത് തേക്കാൻ വേണ്ടി അനുമോളെ പാന്റ് പൊക്കിയിരുന്നു. നാളെ വന്നിട്ട് അത് കംഫർട്ട് അല്ല, പാന്റ് പൊക്കി ജിഷിൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുവോ പറയാൻ പറ്റൂലേ? ഈ കണ്ടില്ലത്? അതൊക്കെ പറഞ്ഞു വരും, പറയാൻ പറ്റില്ല. ചിലപ്പോ എന്താണെങ്കിലും ഇന്നിപ്പോ അതെന്താ
ബാറ്റച്ചോ കുട്ടച്ചോ കംഫർട്ടബിൾ അതൊന്നും തമാശ. ഒന്നും ഉറങ്ങി നീച്ചാൽ ആരെങ്കിലും പോയി ആ ബിന്നിട്ട് ആ ഏരിയ കൂടി പോകണമെങ്കിൽ ചിലപ്പോ പറഞ്ഞു കൊടുക്കും. കണ്ടിട്ടില്ല ഇന്ന് പിന്നെ അതിനെ കുറിച്ച് അതിന്റെ ഇടയിൽ ലക്ഷ്മിയുടെ കണ്ടന്റിനെ കുറിച്ച് പട്ടിപ്പുച്ചായിരുന്നു ആ വീട്ടിലുള്ളവർക്ക് ഗിസേലിനെ പോയി പറഞ്ഞപ്പോ ഇംഗ്ലീഷിന്റെ. അതായത് ലക്ഷ്മി പഠിച്ചു വന്നത് ഇപ്പൊ ഓർത്തിട്ടാണ് അടിച്ചത് തോന്നുന്നു. കാരണം ഗിസേലിനെ വേറെ കാര്യമുണ്ട്. ഇന്നലെ തോന്നുന്നു കിച്ചന്റെ അവിടെ നിന്ന സമയത്ത് ബിന്നീനെ ഗിസേൽ എന്തോ പറഞ്ഞു, ഗിസേൽ ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു, മോശമായിട്ട് എന്തോ പറഞ്ഞു. അതിനുള്ളതാണ് ഇന്ന് ആരും കൊടുത്തത്, ലക്ഷ്മി കൊടുത്തത്. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ലക്ഷ്മി പറഞ്ഞിട്ട് ആരും വാല്യൂ കൊടുക്കുന്നില്ല. ശ്രദ്ധിച്ചോ? ലക്ഷ്മി എന്ത് പറഞ്ഞാലും അവിടെ എല്ലാരും ഒഴിവാക്കിയ സാധനമാണ് ആ സ്കീമാണ്. ലക്ഷ്മി അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞു ഒറ്റയ്ക്ക് വിളിച്ച് എന്തൊക്കെയോ പറയണ്ട ഒരു കാര്യമില്ല. അല്ല ഇന്ന് ഷാനവാസ് അവിടെ തൊട്ട സമയത്ത് മറ്റേ ഭക്ഷണം തൊട്ട് പറഞ്ഞിട്ട് അതും വലിയ അതൊന്നും പോണില്ല, ഓടുന്നില്ല, ഓഡബിൾ കണ്ടന്റ് അല്ല. അങ്ങനെ അവിടെ തന്നെ നിക്കുന്നുണ്ട്. പക്ഷെ പറയുന്നതിൽ എവിടേക്കോ കാര്യമുണ്ട് തോന്നുന്നുണ്ട്. ചില സമയത്ത് ഇപ്പൊ അനീഷിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ്. അപ്പൊ ചില സാധനങ്ങളൊക്കെ ഓടുന്ന സാധനവും ചില സാധനങ്ങൾ ചീറ്റി പോണ സാധനങ്ങളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പക്ഷെ ലക്ഷ്മിക്ക് കളിക്കാനുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇരുന്നു പോകും. ഏത് അന്നത്തെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് കൊണ്ട് സാധാരണ ഒരു കണ്ടസ്റ്റന്റ് ഇരിക്കേണ്ടടത്ത് ഇരുന്നില്ല. അവിടുന്ന് കയറി കളിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കൊരു പ്ലസ് ആണ്. അപ്പം എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനിയും ബിഗ് ബോസിന്റെ ടാസ്ക് ടീം ഒന്നും കഷ്ടപ്പെടണ്ട. നിങ്ങൾ വെറുതെ കഷ്ടപ്പെടുന്നേക്കാൾ നല്ല ടാസ്ക് കൊടുക്കണം. നിങ്ങൾ ചുമ്മാ ടാസ്ക് കൊടുക്കുന്ന കാര്യം ഇത് തല്ലി പൊളിക്കാനല്ലേ. ടാസ്ക് പൊളിക്കാനായിട്ടൊരു ഒരു സീസണില് പണിപ്പുരയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഇത് പണിപ്പുര ആണെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണില്ല. ചില സമയത്ത് ഇതെന്താ അറിയോ, ഈ ബിഗ് ബോസിൽ ഇതേ പണിപ്പുര ഇപ്പോഴും ഉണ്ടെങ്കിൽ ഈ ഡ്രസ്സ് എടുക്കാനും ഫുഡ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ ടാസ്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഈ ടാസ്ക് ചെയ്യുമായിരുന്നു. ഇത് പണിപ്പുരയൊക്കെ പോയി എല്ലാം കിട്ടി എല്ലാം ഓക്കെ ആയതിനു ശേഷം പിന്നെ അവർക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ അവർക്ക് എല്ലാം അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഒരു വിഷയമുള്ള കാര്യമില്ല, അവർ പൊളിക്കും. സർവത്ര സാധനങ്ങളും പൊളിക്കും. എന്താണെങ്കിലും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നാളെ ഞാൻ പറയുമ്പോ അനീഷിനെ ക്വാളിറ്റി ഓഫീസർ ആക്കണം. അതാണ് വേണ്ടത്. ഇനിയിപ്പോ അതിന്റെ പ്രൊമോ ഒന്നും അങ്ങനെ പ്രൊമോ ഉണ്ടോന്നും നമുക്കറിയില്ല. അനീഷിനെ പിടിച്ച് ക്വാളിറ്റി ഓഫീസർ ആക്കിയ ചെതറുന്നു. രണ്ട് ക്വാളിറ്റി ഓഫീസർമാര് ആരൊക്കെ അറിയാം? അനീഷു ആദില് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോ കൂടുതൽ പൊളിക്കും. രണ്ടുപേരും അങ്ങോട്ട് ക്വാളിറ്റി ഓഫീസർ ആവാം. എന്നാ അതിനെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഗൈസ് ഞങ്ങൾ പോട്ടെ അല്ലേ?